കരമുയർത്തി ഹല്ലേലൂയ വീണ്ടും പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രികാലം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ സെഷനിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ബഹുമാന്യ പാസ്റ്റേഴ്സ്, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ആമേൻ നമ്മുടെ മധ്യേ ആമേൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പകലും രാത്രി ശുശ്രൂഷിപ്പാനായി ദൈവനിയോഗത്താൽ ഐക്യപ്പെട്ട ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആമേ പാസ്റ്റർ എബി ഐരൂർ അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ശക്തമായ ദൂതുകൾ നമുക്ക് ദൈവം നൽകി തന്നു. വീണ്ടും നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലവും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. നമ്മെ അനുഗ്രഹിക്കുന്ന സ്വർഗീയ മന്ന പൊഴിച്ചു തരുന്ന രാത്രികാലമാകട്ടെ. പകൽ കേട്ടല്ലോ, നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ചവരുടെ സമൂഹം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അത് നിരന്തരം കേട്ട് ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതം നയിച്ച് ഹല്ലേലൂയ ആ ജയസന്തോഷ ജീവിതം നയിക്കണമെന്നൊക്കെ നമ്മൾ കേൾക്കുവാനിടയായി. ഈ രാത്രികാലവും ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹത്തോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. തുടർന്നുള്ള എല്ലാ സമയവും കർത്താവിൽ ബഹുമാന്യ പാസ്റ്റർ എബി ഐരൂർ അവരുകളെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ആദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ എം എ വർഗീസ്, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, വിശേഷാൽ പാസ്റ്റർ തോമസ് ഊട്ടി, നിങ്ങളെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. വിശേഷാൽ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഇങ്ങനെ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ എൻ്റെയും ജീവിതത്തിൽ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി കർത്താവിന് സകല മഹത്വം അർപ്പിക്കുകയും ഇവിടേക്ക് എന്നെ ക്ഷണിച്ച കർത്തൃദാസന്മാരോടുള്ള നന്ദിയെ കർത്തൃനാമത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ നാം ചിന്തിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 2:42 വാസ്തവത്തിൽ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചിരുന്നു. എന്നാൽ 42-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും എന്ന കാര്യത്തിൽ നിന്ന് ദൈവവചനം സഭാ നേതൃത്വം പഠിപ്പിക്കേണ്ട ആവശ്യകതയും സഭാവിശ്വാസികൾ പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ആമുഖമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ആത്മനിറവുള്ള ദൈവസഭയിലെ പ്രയോറിറ്റി ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ തുടർന്നും ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് മറ്റൊരു വേദഭാഗത്തുനിന്ന് പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ആ രാവിലത്തെ പ്രസംഗത്തിന് ഒരു കൺക്ലൂഷൻ വരേണ്ടതിന് ഞാനൊരു 5-8 മിനിറ്റ് കൊണ്ട് 42 മുതൽ 47 വരെയുള്ള വേദഭാഗങ്ങളിൽ ആത്മനിറവുള്ള സഭയുടെ 10 ഗുണങ്ങൾ പറഞ്ഞിട്ട് വൈകിട്ടത്തെ സന്ദേശത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. വൈകിട്ടത്തെ സന്ദേശത്തിലും ദൈവവചനം പ്രസംഗിക്കപ്പെടേണ്ടതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ 42-ാമത്തെ വാക്യം മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ രാവിലെ കുറിവാക്യമായിട്ട് വായിച്ചത്. അതിൽ ഒന്ന് നമ്മൾ ചിന്തിച്ചു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഒന്നാമത്തെ ആത്മനിറവുള്ള സഭയുടെ ഗുണം, അവർ ദൈവവചനം പഠിക്കുന്ന സഭയായിരുന്നു. 2, 42-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും മതി. അവർ ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന സഭയായിരുന്നു. കൂട്ടായ്മ സജീവമായി ഉണ്ടായിരുന്ന സഭയായിരുന്നു. 3, അപ്പം നുറുക്കുകയും ക്രിസ്തു കേന്ദ്രിതമായ സഭയായിരുന്നു. അപ്പം നുറുക്കൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെയാണ് പ്രഘോഷിക്കുന്നത്. ഇന്ന് രാവിലെ നാം ചിന്തിച്ചു, ആ യാഗമരണം വിശ്വസിപ്പാൻ ദൈവം കൃപയാൽ ഭാഗ്യം തന്നതുകൊണ്ടാണ്
ആത്മരക്ഷ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞത്, അനുഭവിക്കുവാൻ കഴിഞ്ഞത്. നാലാമത്തെ കാര്യം, പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. ഇവിടെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചല്ല, കോർപ്പറേറ്റ് പ്രയർ. ദൈവസഭ കൂടി വരുമ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ശരിക്കും കൂട്ടായ്മയെന്ന ആ വാക്ക്, അതിനകത്ത് ആ കൂട്ടായ്മ സജീവമാകുമ്പോൾ അപ്പം നുറുക്കിലും പ്രാർത്ഥനയിലും എല്ലാം ദൈവമക്കൾ തമ്മിൽ കൂട്ടായ്മയാണ്. ദൈവമക്കൾക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. ദൈവത്തോട് കൂട്ടായ്മയുള്ളവർക്ക് പരസ്പരം വിശുദ്ധന്മാർ തമ്മിലും കൂട്ടായ്മയുണ്ട്. ഞാൻ 4 കാര്യമാണ് പറഞ്ഞത്. 5-ാമത്തെ കാര്യം 43-ാം വാക്യത്തിൽ, എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവർ ശക്തിയുള്ള സഭയായിരുന്നു. They were a powerful church. 5-ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 6-ാമത്തെ കാര്യം 44 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ അവർ പങ്കുവയ്ക്കുന്ന സഭയായിരുന്നു. അവർക്കുള്ള നന്മകൾ പരസ്പരം പങ്കുവയ്ക്കുന്ന സഭയാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സഭ ഇത് പ്രദർശിപ്പിക്കും. എല്ലാം എൻ്റേത്, ഞാനും എൻ്റെ കുടുംബവും, മറ്റാർക്കും ഒന്നും കൊടുക്കത്തില്ല എന്ന് ശാസ്ത്രമല്ല. അവർക്കുള്ള കാര്യങ്ങളെ അവർ പങ്കുവെച്ച ചർച്ചാണ്. ഇറ്റ് വാസ് എ ഷെയറിങ് ചർച്ച്. 46-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും. ഒരുമനപ്പെട്ട്, they were a united church. ഒറ്റക്കെട്ടായി നിൽക്കുന്ന ചർച്ചാണ്. ആത്മനിറവിൻ്റെ അനുഭവം അവരെ ഭിന്നിപ്പിക്കുകയല്ല, അവരെ ഒറ്റക്കെട്ടായി അവരെ തീർത്തു. 46-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, വീട്ടിൽ അപ്പം നുറുക്കുകയും ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും. അവർ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് എന്ന് പറയുമ്പോൾ ആത്മനിറവുള്ള സഭ, ഉല്ലാസമുള്ള ജോയ്ഫുൾ ചർച്ചാണ്. മെറ്റീരിയലായിട്ട് എന്തെങ്കിലും കിട്ടിയതല്ല, ആത്മനിറവിൻ്റെ അനുഭവമാണ്. ക്രിസ്തുവിനെ അനുഭവിക്കുന്ന കൂട്ടം അവർ ഉണർത്തപ്പെട്ട കൂട്ടമാണ്. അവർ ഒരുമിച്ച് സന്തോഷിക്കുന്ന കൂട്ടമാണ്. 9-ാമത്തെ കാര്യം 47-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, ദൈവത്തെ സ്തുതിക്കുകയും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അവർ സ്തുതിക്കുന്ന സഭ, ആരാധിക്കുന്ന സഭ, എ പ്രൈസിങ് ചർച്ച്. 47-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. 10-ാമത്തെ കാര്യം 47-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അവർ വളരുന്ന സഭയായിരുന്നു. 10 കാര്യങ്ങളാണ് ഇത്. 10ഉം ഇന്ന് രാവിലെ ഒരു കാര്യം വിശദീകരിച്ചതുപോലെ മുഴുവനും വിശദീകരിക്കേണ്ടതാണ്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വന്നു, അറ്റ്ലീസ്റ്റ് ഈ 42 മുതൽ 47 വരെ ഞാനൊരു വാക്ക് രാവിലെ പറഞ്ഞിരുന്നു. ശരിക്കും നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത് പോലെ എഴുത്തുകാരനായ ലൂക്കോസ് ആത്മനിറവുള്ള ഒരു ദൈവസഭയുടെ ഒരു പിക്ചറാണ് നമ്മളെ ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ആദ്യത്തെ സഭ, യെരുശലേം സഭയായിരുന്നത്. നമ്മളെ ഈ ചർച്ച് ചാലഞ്ച് ചെയ്യുകയാണ്, നമ്മളും ഇങ്ങനെയാണ് ആകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ രാവിലെ ചിന്തിച്ചത്. എൻ്റെ പ്രയോറിറ്റി ദാറ്റ് ദേ വർ എ ലേണിംഗ് ചർച്ച്. ദൈവവചനത്തെ ആഴമായി സ്നേഹിച്ച് അവരുടെ നേതാക്കന്മാരവരെ പഠിപ്പിച്ച ദൈവവചനം കേൾക്കാൻ, പഠിക്കുവാൻ അവർ ഡിവോട്ടഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവരത് കേന്ദ്രീകരിച്ചുള്ള ഒരു ചർച്ചാണ്. വചനം വിട്ട ഒരു കാര്യമില്ല. അപ്പം ഇത് നിങ്ങൾക്കിത് അനുഗ്രഹമായി മാറട്ടെ. ഞാൻ അവിടെ ആ കാര്യങ്ങൾ നിർത്തുകയാണ്. അതപ്പോൾ രാവിലത്തെ സന്ദേശത്തോടെ നിങ്ങൾക്കത് ചേർത്ത് ചിന്തിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ, ചർച്ച് ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഇതൊരു അനുഗ്രഹമാകട്ടെ. ആ ഭാഗം വായിച്ച് ഞാൻ ആ പറഞ്ഞ പോയിൻ്റ് ഒന്ന് സഹായിക്കാൻ നിങ്ങളെ സാധിക്കും. യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. നിങ്ങളത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ആകാൻ ഈ PMG ചർച്ചിന് ദൈവം കൃപ തരട്ടെ. അതിനുവേണ്ടി സഭയായി നമ്മൾ പ്രാർത്ഥിക്കണം.
കാരണം ദിസ് ഈസ് എ മോഡൽ ചർച്ച്. ഇത് ആണ് ഒരു മോഡൽ ചർച്ച്. പരിശുദ്ധാത്മ നിറവുള്ള ഒരു സഭയിൽ ഇങ്ങനെയായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ദേ വർ നോട്ട് എ പെർഫെക്റ്റ് ചർച്ച്. കാരണം പിന്നീടുള്ള അധ്യായങ്ങൾ മറ്റ് ചില കാര്യങ്ങളിലൂടെ കാണുന്നുണ്ട്. അവർ പെർഫെക്റ്റ് അല്ല എങ്കിലും ദൈവം ആ കാലഘട്ടത്തിൽ അവരെ ഉപയോഗിച്ചു. ചില ആളുകൾ മെമ്പർഷിപ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ചർച്ചിന് വേണ്ടി ഉള്ള അംഗത്വം വിട്ടിട്ട് പിന്നെ തിരയാൻ പോവും. എൻ്റെ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ ഒരു പെർഫെക്റ്റ് ചർച്ചില്ല. മനുഷ്യരാണോ അംഗങ്ങൾ? അങ്ങനെയാണെങ്കിൽ ദർ ഇസ് നോ പെർഫെക്റ്റ് ചർച്ച്. നിങ്ങളവിടെ ചെന്നാൽ എല്ലാ ചർച്ചുകളിലും നമ്മുടെ ദൃഷ്ടിയിൽ പോരായ്മകൾ വരും. അത് സ്വാഭാവികമാണ്. മനുഷ്യരുള്ളിടത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് അത് പെർഫെക്റ്റ് ചർച്ച്, അവിടെ മാത്രമേ ഞാൻ അംഗത്വം എടുക്കുകയുള്ളൂ. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വി വിൽ ഓൾ ബിക്കം പെർഫെക്റ്റ്. അന്ന് വരെ വി ആർ മൂവിങ് ടുവേർഡ്സ് പെർഫെക്ഷൻ. വിശുദ്ധീകരണത്തിൻ്റെ പാത അതാണ്. നമ്മളെ ദൈവം നീതീകരിച്ച് കഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഡെയിലി അനുരൂപമാകുക. അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടല്ലേ. നമ്മൾ പെർഫെക്റ്റ് അല്ല, പക്ഷേ മൂവിങ് ടുവേർഡ്സ് പെർഫെക്ഷൻ. ജീസസ് ഈസ് ദ പെർഫെക്റ്റ് വൺ ആൻഡ് ജീസസ് ഈസ് അവർ എക്സാമ്പിൾ. ഓക്കെ, 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് രാത്രി തിരിക്കുന്നു. തുടർന്നുള്ള 8:30 വരെയുള്ള സമയം ആ വേദഭാഗത്തിൽ നിന്നാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അവിടെ നിന്നും എനിക്ക് പറയാനുള്ളത് രാവിലെ പറഞ്ഞ അതേ സന്ദേശം തന്നെയാണ്. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയുടെയും അതിൻ്റെ കേൾവിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് തിരുവെഴുത്തിലൂടെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇത് അപ്പോസ്തലനായ പൗലോസ് ഒരു കാരാഗ്രഹത്തിൽ കിടന്ന് ആത്മീകമായി വളർത്തിക്കൊണ്ടുവന്ന നിജപുത്രനായ തിമോത്തിക്ക് ഒരു ഫെയർവെൽ അഡ്രസ്സാണ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം പോൾ വിൽ റൈറ്റ് ടു തിമോത്തി. ഇതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം ഒരു മാർട്ടിയറായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ഏറ്റവും അവസാനത്തെ വാക്ക്, ലാസ്റ്റ് വേർഡ്സ് ആർ ലാസ്റ്റിംഗ് വേർഡ്സ്. ഈ ആത്മനിറവുള്ള അപ്പോസ്തലന് ഏറ്റവും അവസാനം എന്ത് നിർദ്ദേശമായിരുന്നു എഫെസോസിലെ സഭാധ്യക്ഷനാകുന്ന തിമോത്തിക്ക് കൈമാറുവാനുണ്ടായിരുന്നത്? ആ എഫെസോസ് സഭയെപ്പറ്റിയുള്ള തൻ്റെ കൺസേൺ എന്തായിരുന്നു? ഇതൊക്കെ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. പോൾ ഒരു കമാൻഡ്മെൻ്റാണ് പറയാൻ പോകുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. അത് വളരെ ഗൗരവമുള്ള കമാൻഡ്മെൻ്റാണ്. 2 പേരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് തിമോത്തിയോട് ഒരു കമാൻഡ്മെൻ്റ് പറയുന്നത്. ഇമ്മീഡിയറ്റായിട്ട് തിമോത്തിക്കാണ് ഇതെങ്കിലും ഇത് എല്ലാ പാസ്റ്റേഴ്സിനുമാണ്, എല്ലാ വിശ്വാസിക്കും ഇത് അപ്ലൈ ചെയ്യണം. 2-ാം വാക്യത്തിലാണ് കൽപ്പന. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. കൽപ്പന, വചനം പ്രസംഗിക്കുക. എപ്പോൾ? സമയത്തിലും അസമയത്തിലും. എങ്ങനെ? സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. 3-ാം വാക്യം ശ്രദ്ധിക്കണം. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. പ്രവചന ദൂതാണ് നമ്മൾ ഇന്ന് രാത്രി വായിക്കുന്നത്. എന്നിട്ട് 5-ാം വാക്യം, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക,
സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഈ വചനം ഞാൻ വേഗത്തിൽ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം ദൈവമക്കൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 4-5 വരെ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കേണ്ടതാണ്. അന്ത്യകാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രാവചനിക മുന്നറിയിപ്പുകളാണ് അപ്പോസ്തലൻ കൈമാറുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. അതൊരു വലിയ വാണിംഗ് ആണ്. അന്ത്യകാലത്ത് ഉണർവ് വരുന്നെന്നാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. തെറ്റൊന്നുമില്ല, ഞാനും ആഗ്രഹിക്കുന്നു, നമുക്കൊരു ഉണർവ് ആവശ്യമാണ്. ബട്ട് ബൈബിൾ വാണിംഗ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ എന്നൊരു പ്രയോഗം ബഹുവചനത്തിലാണ്. അപ്പൊ സഭായുഗത്തിൽ ദുർഘട സമയങ്ങളുണ്ടാകും. എല്ലായ്പ്പോഴും അങ്ങനെയല്ല, ഓരോ ഘട്ടങ്ങൾ സഭായുഗത്തിൽ ഉണ്ടാകും. വിശ്വാസത്യാഗം വ്യാപകമായി സംഭവിക്കുന്ന ഘട്ടങ്ങൾ. ഇത് വളരെ കെയർഫുള്ളായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ കേൾക്കണം. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ദൂതാണ് അന്ത്യകാലത്ത് അപ്പോസ്റ്റസി സംഭവിക്കും, വിശ്വാസത്യാഗം സംഭവിക്കും. ഇത് നമ്മുടെ ചർച്ചകളിലൊന്നും വ്യാപകമായി ചിന്തിക്കാറില്ല, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? നാം വിശ്വാസത്തിൽ തന്നെയാണോ എന്നത് നാം അനുദിനം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദുർഘട സമയങ്ങൾ, ടെറിബിൾ ടൈംസ്, ഡിഫിക്കൽട്ട് ടൈംസ്, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പാടുള്ള സമയം വരും എന്നത് പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. തിമോത്തിയെ വാൺ ചെയ്യുകയാണ്. ഈ ദുർഘട സമയങ്ങൾ, ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സുനാമി വരുമെന്നല്ല, കൊറോണ വൈറസ് വരുമെന്നല്ല. മനുഷ്യർ എന്ന് പറയുമ്പോൾ സഭയുടെ ഉള്ളിലുള്ളവർ പത്യവചനം വിട്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന കാലം വരും. 2-ാം വാക്യത്തിൽ തുടങ്ങുന്നത് മനുഷ്യൻ സ്വസ്നേഹികളാകും. നീ ഒരു സംഭവമാവും. അയ്യോ, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംഭവമാക്കുന്നതല്ല പ്രൊജക്റ്റ്. നമ്മളെ ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയാണ്, അല്ലാതെ നമ്മളെ ഏതാണ്ട് ഭയങ്കര പുള്ളി തിരുവനന്തപുരത്താക്കുന്ന പരിപാടിയിലല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിൽ വേറെ എന്തോ ഒരു ചിന്തയാണ് ഉളവാകുന്നത്. വി ലവ് അവർ സെൽഫ്സ്. കുടുംബം പോലും പിന്നീടാ. സെൽഫി കാലമല്ലേ അല്ലേ? ഇന്നെടുത്തു, നാളെ എടുക്കും, മറ്റന്നാൾ എടുക്കും. എന്താ ഇന്നെടുത്തതിൽ നിന്ന് വ്യത്യാസമാണോ? വ്യത്യാസമൊന്നുമില്ല. ഒന്നുകൂടെ കാണട്ടെ. യു ലവ് യുവർ സെൽഫ്. എല്ലാം എനിക്ക് വേണം. സഭയിലെ ആൾ ഞാനാ, ഞാൻ പറയുന്ന പോലെ കേട്ടോണം. കുടുംബത്തിലോ അത് ഞാൻ തന്നെ. ജോലി സ്ഥാപനത്തിലോ ഞാനാണ്, ഞാൻ ഞാൻ ഞാൻ. ഇങ്ങനെ സമൂഹമാകും. ദൈവസഭയിൽ പോകുകയാണെങ്കിലും ആ സെൽഫ് ലവ്, സെൽഫ് ഡിനായലാണ് വരേണ്ടത്. അതിന് പകരം സെൽഫ് ലവ്, ലവിങ് വൺ സെൽഫ്, അതിൽ നിന്ന് വരുന്നതാണ് ബാക്കിയെല്ലാം. ദ്രവ്യാഗ്രഹം, പണക്കൊതിയല്ലേ? കേൾക്കുന്ന ദൂതും പണക്കൊതി ജനിപ്പിക്കുന്ന ദൂതല്ലേ? വമ്പ് പറയുക, അഹങ്കാരം, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, അങ്ങനെ ആരെങ്കിലും എന്നെ കേട്ടുന്നുണ്ടെങ്കിൽ
പ്രവചന നിവൃത്തിയാണ്. സ്വസ്നേഹത്തിൽ നിന്നാണ് അതെല്ലാം വരുന്നത്. അപ്പോൾ നോക്കി, end time church will have to face these terrible times. എന്നിട്ട് 5-ാം വാക്യത്തിലാണ് പറയുന്നത്, ഇതെല്ലാം കൂടെ ചേർത്ത് ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തിയെ ധരിക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ് ഉള്ളിലിരിക്കുന്നത്, പക്ഷെ കുപ്പായം ഇട്ടിരിക്കുന്ന സൂപ്പർ ആത്മീയതയുടെയാണ്. കൈയടിക്കണോ? നിങ്ങളെക്കാളിൽ ജോറിലടിക്കും. ജോറിലടിച്ച് പാട്ടിൻ്റെ അവസാനം താളം തെറ്റി അടിക്കും. അതല്ലേ ഒരു ആത്മീയത. ഇങ്ങനെ പുറത്തൊരുപാട് കാര്യം മറ്റുള്ള ആര് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ആത്മീയനാണ്, പക്ഷെ അത് വേഷം കെട്ട. ഈ പുറത്ത് കാണിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ആന്തരിക ആത്മാവിൻ്റെ ശക്തി ഇല്ലാത്ത ഒരു കാലം. എന്താണ് ബാക്കി വാക്യമെന്നറിയാമോ? അവരെ വിട്ടൊഴിയുക. ഞാൻ ഒരിക്കലും ഇത് പുറത്ത് പ്രസംഗിച്ചപ്പം ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ വേറൊരു സ്ഥലം വിട്ടാൽ ഇങ്ങോട്ട് വന്നത്, ഇനി ഇവിടുന്ന് വിടണമെന്ന്. ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന അതാണ് ടെറിബിൾ ടൈംസ്. നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം പ്രിയരെ അങ്ങനെയല്ലേ? കേൾക്കണം. ഞാനത് വേഗത്തിൽ നിങ്ങളെ 4-ാമത്തെ അധ്യായമായിട്ട് ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയാണ്. 6 മുതൽ 9 വരെയുള്ള വാക്യം ശ്രദ്ധിക്കണം. ഈ കൂട്ടത്തിൽ നിന്ന് കുറേ നേതാക്കന്മാർ, ശുശ്രൂഷകർ വീടുകളിൽ നൂണ് കിടക്കുന്ന പുള്ളികളുണ്ട്. എന്നിട്ട് പാപത്തെ പേറിക്കൊണ്ട് നടക്കുന്ന കുറേ പെണ്ണുങ്ങൾ, എപ്പോഴും പഠിച്ചിട്ടും ഒന്നും മനസ്സിലാകാത്ത പെണ്ണുങ്ങളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന കുറേ ആളുകൾ ദുഷ്ടന്മാരാണ്, മായാവികളാണവർ. സത്യത്തോട് എതിർത്ത് നിൽക്കുന്നവർ. യാനേസും അംബ്രയേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ ഇവർ സത്യത്തോട് എതിർത്ത് നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ, യാനേസും അംബ്രയേസും ആരാണ്? മോശയോട് എതിർത്ത് നിന്ന മന്ത്രവാദികൾ. അപ്പം ഈ കൂട്ടർക്ക് കുറെ ചെപ്പിടി വിദ്യ ഉണ്ട്. പാപത്തെ പേറിക്കൊണ്ട് നടക്കുന്ന, എപ്പോഴും പഠിച്ചിട്ടും ഒന്നും മനസ്സിലാകാത്ത പെണ്ണുങ്ങളൊക്കെ ഇതിനകത്ത് വീഴും. കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? എക്സാക്ട്ലി ഈ കാലഘട്ടത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആളുകളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകാത്തതാണ്, അവർക്കത് മതി. അപ്പം 1-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ മുന്നറിയിപ്പാണ്. എഫെസോസിൽ കർത്തൃവേല ചെയ്യുന്ന തിമോത്തിയോട്, തിമോത്തി, വ്യാപകമായ അപ്പോസ്റ്റസി നടക്കും. 10-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ഇങ്ങനെ ഈ ദുർഘട സമയത്ത് നിനക്കെങ്ങനെ നിൽക്കാൻ കഴിയും? എങ്ങനെ നിൽക്കാൻ ഒക്കും? 10-ാം വാക്യവും 11-ാം വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടുത്തെ വിഷയം, നീയും എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ ഈ ദുഷ്ടകാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, 1, നീ എന്നോട് കേട്ട ഉപദേശം, അപ്പോസ്തോലിക ഉപദേശത്തിൽ ട്രെയിൻഡാണ് തിമോത്തി. ഇത് മാത്രമല്ല, ബൈബിൾ വചനങ്ങൾ, അപ്പോസ്തോലിക ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, നിനക്കെൻ്റെ നടപ്പും അറിയാമല്ലോ. ഉപദേശം പറഞ്ഞയാൾ പറഞ്ഞ ഉപദേശത്തിനൊത്ത് ജീവിതം കൊണ്ട് തെളിയിച്ചു. നിനക്കെൻ്റെ ഉദ്ദേശം അറിയാമല്ലോ. ഞാൻ എന്താണ് ശുശ്രൂഷത്, എങ്ങനെ ശുശ്രൂഷ, എൻ്റെ പിൻപിലെ എൻ്റെ ഉദ്ദേശം എന്താ? യു നോ ഇറ്റ് ഓൾ. തിമോത്തി വാസ് ട്രെയിൻഡ്. അന്ത്യകാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവഭക്തിയുള്ള നേതാക്കന്മാരുമായിട്ടുള്ള സജീവ കൂട്ടായ്മയിൽ നിൽക്കണം. വചനം പറയുകയും മാതൃകാപരമായി ജീവിക്കുന്ന നേതാക്കന്മാരെ നമുക്ക് ആവശ്യമാണ്. അതാണ് 10-11 വാക്യം. 10 മുതൽ 17 വരെ ഞാനൊരു ബ്രീഫ് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം ഒരു വാർണിംഗ് ആണ്, ടെറിബിൾ ടൈംസ് കമ്മിങ്. പക്ഷെ വാർണിംഗ് മാത്രമല്ല, ഹൗ ടു സ്റ്റാൻഡ് ഫേം ഇൻ ദീസ് ടെറിബിൾ ടൈംസ്.
ഒറ്റ വാക്കിൽ യു ഹാവ് ടു സ്റ്റാൻഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. അതിലെ ഒരു പിരിവാണ് we need godly leaders who will speak the word to us and by their life show us how this word is practiced in their life. 14-15 വാക്യം ശ്രദ്ധിക്കണം. 14-15 വാക്യം. തിമോത്തിയുടെ ട്രെയിനിങ്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ. അപ്പോൾ വീട്ടിൽ ബൈബിൾ പഠനമുണ്ട്. ഞാനിവിടെയുള്ള മാതാപിതാക്കളോടെല്ലാം പറയാം, സൺഡേ സ്കൂൾ നല്ലതാണ്, യൂത്ത് പ്രോഗ്രാമൊക്കെ നല്ലതാണ്, പക്ഷെ ഉത്തരവാദിത്വം മാതാപിതാക്കളുടെയാ. ചെറുക്കനോ പെണ്ണോ വഴി പിഴച്ച് പോയാൽ മൊത്തം ഉത്തരവാദിത്വം മാതാപിതാക്കളുടെയാ. വീട്ടിൽ ദൈവവചനം പറഞ്ഞു കൊടുത്ത് ആത്മരക്ഷയിലേക്ക് അവരെ നടത്തണം. അല്ലാതെ സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ചെയ്തോളും, പിന്നെ 25-ാം വയസ്സിൽ പാസ്റ്റർ എന്ന് ഒന്നാഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കും. അങ്ങനെ നടക്കുന്നതല്ലിത്. തിമോത്തിയുടെ വല്യമ്മ ലൂയസും അമ്മ യുനീക്കയും ട്രെയിൻ ചെയ്ത്, ഇത് 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാല്യം മുതൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ കാര്യങ്ങൾ എടുത്ത് തിമോത്തി ഈസ് വെൽ ട്രെയിൻഡ് ഇൻ ദ സ്ക്രിപ്ചേഴ്സ്. അതിനുശേഷമാണ് അപ്പോസ്തോലനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മ. അവിടെയും തനിക്ക് തിരുവെഴുത്തിൽ ട്രെയിനിങ് കിട്ടി. എന്നിട്ട് ഇവിടെയും പറയുന്നു, നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. അതെന്തിനാ ഓർക്കുന്നത്? കാരണം വല്യമ്മയും അമ്മയും കേവലം കുറേ ഉപദേശം പറഞ്ഞതല്ല, പറഞ്ഞുകൊടുത്ത ഉപദേശത്തിനൊത്ത് അവരുടെ ജീവിതം കൊണ്ടത് തെളിയിച്ച് കാണിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെയും ഊന്നൽ ഇതാണ്, യു ഗ്രൗണ്ട് യുവർ സെൽഫ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. 15-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 15-ാം വാക്യം, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. എങ്ങനെയാണ് വ്യാപകമായി വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഈ സമയങ്ങളിൽ ഒരു ഭക്തൻ എങ്ങനെ പിടിച്ചു നിൽക്കും? ദൈവത്തിൻ്റെ വചനം ക്ലിയറാണ്. നീ പഠിച്ചു കുറേ കാര്യങ്ങൾ, ആ പഠിച്ച കാര്യങ്ങൾ നിന്റെ ഉള്ളിൽ കൺവിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിശ്ചയം പ്രാപിച്ചിട്ടുണ്ട്. അതിൽ നിലനിൽക്കണം. അല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അത്ര ഭയാനകമാകുന്ന കുത്തൊഴുക്കാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ യു വിൽ ഫോൾ ഇൻ ടു ദ ഡീപ്പ് മൈറി ക്ലേ. ആ വല്ലാത്ത അനുഭവങ്ങളിൽ നമ്മൾ വീണുപോകും. അവിടെ ഏതാണ്ട് കേൾക്കുന്നുണ്ട്, ഇവിടെ ഏതാണ്ട് കണ്ട്, അവിടെ ഒരു ഉണർവ്, ഇവിടെ ഒരു ഉണർവ്, അങ്ങനെ നമ്മൾ അറിയാതെ ഇതിനകത്താകും. അർത്ഥസത്യങ്ങളും കളവുകളും നുണകളും, എന്നിട്ട് അതിനെ പിന്താങ്ങുവാനായിട്ട് സ്വന്തം കുറേ അനുഭവങ്ങളും അനുഭൂതികളും എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മേൽ പറഞ്ഞ എപ്പോഴും പഠിച്ചിട്ടും പഠിക്കാതെ ഇരിക്കുന്ന കുറേ ആളുകൾ, വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ആളുകൾ, അവർ മറിഞ്ഞു പോകും. പ്രിയരെ, നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളും നിങ്ങളുടെ തലമുറകളും ദൈവസഭയും നിലനിൽക്കണമെങ്കിൽ പോൾ ഈസ് വെരി ക്ലിയർ. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചതിൽ യു സ്റ്റാൻഡ് ഫേം. കുട്ടിക്കാലം തൊട്ടേ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ എൻ്റെ ഉപദേശം നിനക്കറിയാം, എൻ്റെ നടപ്പ് നിനക്കറിയാം. യു ഹാവ് ലേൺ ഫ്രം മീ. ഇത് കഴിഞ്ഞിട്ടാണ് 16-17 വാക്യത്തിൽ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠത. ഇന്ന് രാവിലെ ഞാനതൊന്ന് പരാമർശിച്ചിരുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഡോണ്ട് ലീവ് ദ വേർഡ്, തിമോത്തി. എഫെസോസിൽ എത്ര പോരാട്ടം വന്നാലും നീ വചനം വിടരുത്. വ്യക്തിപരമായി നിന്റെ ജീവിതത്തെ നീ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഈ കോണ്ടെക്സ്റ്റിലാണ് 4-ാം അധ്യായം.
ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷയിൽ 2-ാം വാക്യം ആദ്യ ഭാഗം വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. അവിടെ അല്പസമയം നിൽക്കണം. നമുക്ക് വൈകിട്ട് വളരെ ടൈം കുറവായതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ പോവുകയാണ്. പക്ഷെ വെരി ഇമ്പോർട്ടൻറ്റ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജീവിതത്തോട് വളരെ ഹൃദ്യമായി ഇടപെട്ടതാണ്. ദൈവവചനം വേണ്ടാത്ത ഒരു കാലഘട്ടത്തെ കണ്ട് ഞാൻ ഹൃദയവേദനയോടെ ആയിരുന്നിട്ടുണ്ട്. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടതാണ് ഈ വാക്യങ്ങൾ. നിങ്ങളോടും അത് പറയുവാൻ എൻ്റെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ട്. വചനം പ്രസംഗിക്കുക, അതാണ് കൽപ്പന. കാലഘട്ടം വല്ലാത്ത കാലം. ഈ കൽപ്പന ഭയങ്കര സീരിയസ് ആണ്. ദൈവവചനം പ്രസംഗിക്കുന്ന എല്ലാവരും ഇത് ഉൾക്കൊണ്ടോണം. എന്താണിത് സീരിയസ് ആയത്? 1-ാം വാക്യം നോക്കണം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും പിതാവാം ദൈവത്തെയും പുത്രനെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ കൽപ്പന. എന്താ അതിൻ്റെ അർത്ഥം? മോനെ തിമോത്തി, ഞാൻ പോകുകയാണ്, അവരെന്നെ കൊല്ലും. ഇത് പൗലോസിൻ്റെ 2-ാമത്തെ ഇംപ്രിസൺമെൻ്റ് ആണ്, ജയിൽവാസമാണ്. ഇതിനകത്തുനിന്ന് അദ്ദേഹം പുറത്തു വരത്തില്ലെന്നുള്ളത് അദ്ദേഹത്തിന് നല്ല തിട്ടമുണ്ട്. 6-ാം വാക്യം കണ്ടോ? ഞാനൊരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. He knows he is going to die. തിമോത്തി, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നിന്നെ ശ്രദ്ധിക്കുമായിരുന്നു, ഞാൻ നിന്നെ തിരുത്തുമായിരുന്നു. അടുത്ത ഇനി ഒരു ലേഖനമില്ല. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും വിറ്റ്നസിൻ്റെ മുൻപിൽ സന്നിധിയിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്, യു പ്രീച്ച് ദ വേർഡ്. കർത്താവിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തിമോത്തി, നിന്റെ ഹോൾ മിനിസ്ട്രി ഈസ് അണ്ടർ സ്ക്രൂട്ടിനി. നീ പ്രസംഗിക്കുന്ന ഓരോ പ്രസംഗവും നിന്റെ ശുശ്രൂഷയും അവസാന ദിവസത്തിൽ വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ നീ അതിന് കണക്ക് കൊടുക്കണം. അറിയത്തില്ലേ വാക്യം? 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ശുശ്രൂഷകരെല്ലാം കരുതേണ്ട കാര്യമാണ്. എല്ലാ സഭാ വിശ്വാസികളും ഇത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയ്ക്കും നമ്മൾ കണക്ക് കൊടുക്കണം. ഒരു നിസ്സാര വാക്കിന് പോലും കണക്ക് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്ത്യകാലഘട്ടത്തിൽ കെയർഫുൾ ആകണം. ശുശ്രൂഷ വചനമാണ് പ്രസംഗിക്കേണ്ടത്. അതിൻ്റെ ഗൗരവമെന്ന് പറഞ്ഞാൽ പോൾ പറയാണ്, തിമോത്തി, യു ആർ ആൻസറബിൾ. ഞാനിവിടെ നോക്കി തിരുത്താനില്ലെങ്കിലും ഗോഡ്സ് ഐസ് ആർ അപ്പോൺ യു. തെറ്റായ ഒരു വ്യാഖ്യാനം പറ്റത്തില്ല. വചനമല്ലാതെ കളിതമാശ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനം നീ പ്രസംഗിച്ചോണം. ആളുകൾക്ക് ഇഷ്ടമില്ലാതെ വരും, പക്ഷെ നീ പ്രസംഗിക്കണം. കണ്ടോ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത? ഒരുപാട് ആളുകൾ നല്ലതുപോലെ ഇറങ്ങിത്തിരിച്ചു, പക്ഷെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എൻ്റർടൈൻമെൻറ്റ് കയറി, സെൻസേഷനലിസം കയറി, തിയേട്രിക്സ് കയറി, ആളുകളെ എല്ലാം കൂടെ മറ്റെന്തൊക്കെയോ കാര്യം പറഞ്ഞ് വേറൊരു മണ്ഡലത്തിലായെന്ന്. അതേത് മണ്ഡലമാ സാറേ? പോൾ പറയാണ്, യു പ്രീച്ച് ദ വേർഡ്. ഗൗരവമുള്ള ഒരു കൽപ്പനയാണ്. ഇനി ആ 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, പ്രീച്ച്, പ്രസംഗിക്കുക. വാട്ട്സ് ദ മീനിങ്? വാട്ട്സ് ദ മീനിങ്? വേർഡ് മിനിസ്ട്രിയിൽ പ്രീച്ചിങ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്. അതിലിവിടെ എഴുതിയിരിക്കുന്ന പ്രീച്ച്, പ്രസംഗിക്കുക. നമുക്കിന്ന് പ്രസംഗമല്ല ആവശ്യം, വചനമല്ല ആവശ്യം. പിന്നെ എന്താണ് സാറേ ആവശ്യം? ബൈബിൾ എന്താണ് പറയുന്നത്? രാവിലെ നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തലന്മാരുടെ ഉപദേശം.
ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന ഒരു കൽപ്പനയാണ്. ഏറ്റവും അവസാനം മരിക്കുന്നതിന് മുമ്പ് ഈ ശ്രേഷ്ഠ അപ്പോസ്തലൻ തിമോത്തിയോട് പറയുക, എഫെസോസ് സഭ പ്ലാൻ ചെയ്തത് അപ്പോസ്തലനായ പൗലോസാണ്. ഇപ്പോൾ അവിടെ നേതൃത്വ സ്ഥാനം വഹിക്കുന്ന തിമോത്തിയാണ്. യു പ്രീച്ച്. പ്രീച്ച്, പ്രസംഗിക്കുക എന്ന വാക്ക് മനസ്സിലാകണമെങ്കിൽ ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് അവരുടെ സന്ദേശങ്ങൾ അറിയിക്കുവാനായി സന്ദേശവാഹകൻ ഉണ്ടായിരുന്നു. സന്ദേശം വഹിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ കുതിരപ്പുറത്ത് കയറി ചില സിറ്റി സ്ക്വയറുകളിൽ അവർ വരും. രാജാവ് പറഞ്ഞിരിക്കുകയാണ്, ഒന്നുകിൽ രാജാവിന് കൊട്ടാരത്തിൽ രാജാവിനൊരു മകൻ ജനിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമ ഭേദഗതികൾ, അല്ലെങ്കിൽ പുതിയൊരു നിയമം ഉണ്ടാക്കി, എന്തെങ്കിലും ആകട്ടെ. ഇന്നത്തെ പോലെ ഡിജിറ്റൽ സംവിധാനമില്ല, മറ്റ് സംവിധാനമില്ല. അപ്പോൾ ഈ പബ്ലിക് ക്രയർ ഇയാളെയാണ് നിയോഗിക്കുന്നത്. രാജാവ് നേരിട്ട് നിയോഗിക്കുകയാണ്. ഇയാൾ പോയാണ് പബ്ലിക് സ്ക്വയറുകളിൽ കേൾക്കുവീൻ കേൾക്കുവീൻ, രാജാവ് ഇന്നത് കൽപ്പിക്കുന്നു എന്ന ഉറക്ക ശബ്ദത്തിൽ ഇദ്ദേഹം വിളംബരം ചെയ്യുക. ഈ ഉറക്ക ശബ്ദത്തിൽ വിളംബരം ചെയ്യുക, പ്രൊക്ലമേഷൻ, അതാണ് പ്രീച്ചിങ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ പോകുന്ന പബ്ലിക് ക്രയറിന് ദൂത് മാറ്റാനുള്ള അവകാശമില്ല. രാജാവിൻ്റെ സന്ദേശമാണ്, ഇത് അറിയിച്ചേ തീരുകയുള്ളൂ. അയാളുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അയാൾ പബ്ലിക്കിൽ ചെന്ന് മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഒരു ആലോചനയല്ലെങ്കിലും ഇത് പറഞ്ഞേ തീരൂ. രാജാവിൻ്റെ അധികാരത്തിൽ ചെന്ന് ഇത് അറിയിക്കുക. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന പ്രസംഗി. അല്ലാതെ സന്ദേശം എഡിറ്റ് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. ഈ സന്ദേശവാഹകൻ ഇത് കൊണ്ടുപോകുമ്പോൾ വ്യക്തിപരമായ ഈ സന്ദേശം ഇഷ്ടമില്ലെങ്കിലും ഇത് പറഞ്ഞു നോക്കൂ, ജനത്തിന് ഇത് സുഖം വരുന്നതല്ലെങ്കിലും പറഞ്ഞു നോക്കൂ, ഇതിന് യാതൊരു എഡിറ്റിങ്ങും ഇല്ല. ഇത് ഉച്ചത്തിൽ രാജാവ് കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് വിളംബരം ചെയ്യുക. അതിന് പറയുന്ന പേരാണ് preach. We need preachers in the church of God. മനുഷ്യന്റെ മുഖം നോക്കി, പണക്കാരൻ്റെ കീശ നോക്കി പറയുന്നത് പ്രസംഗമല്ല. കളിതമാശയിൽ ആളുകളെ എന്റർടൈൻ ചെയ്യാൻ ക്ലൗണിനെയാണ് കൊണ്ടുവരേണ്ടത്, നോട്ട് പ്രീച്ചർ. ഇത് തമാശ പറയേണ്ടതല്ല പുൾപിറ്റ്, എന്റർടൈൻമെന്റ് അല്ല പുൾപിറ്റ്, സെൻസേഷണലിസം അല്ല പുൾപിറ്റ്. Here we preach the word. പ്രസംഗികൾ ഇത് വളരെ ഗൗരവത്തോടെ എടുക്കണം, ജനം ഇത് ഗൗരവത്തോടെ എടുക്കണം. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന, ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന, ഇതാണ് അപ്പോസ്തോലിക ഉപദേശം. പരിശുദ്ധാത്മാവ് നയിക്കേണ്ടത് ഈ ദിക്കിലേക്കാണ്. ആത്മപൂർണനായ അപ്പോസ്തോലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഡിസ്കറേജ്ഡ് അല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ തീ കെട്ടുപോയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ആക്ച്വലി അദ്ദേഹം ബാറ്റൺ കൈമാറുകയാണ്. മോനെ, ഞാൻ കഴിഞ്ഞു, ടേക്ക് ദ ടോർച്ച്, യു ഗോ ആൻഡ് പ്രീച്ച്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നത്? ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ. ആത്മിക നേതൃത്വത്തിൽ ഇരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും ഇത് അഡ്രസ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തെ സ്നേഹിക്കുന്ന രക്ഷിക്കപ്പെട്ട ജനത്തോട് എനിക്ക് പറയാനുള്ളത്, ബൈബിൾ വായിക്കുക, ബൈബിളിന്റെ സന്ദേശം എന്താണെന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഈ പബ്ലിക് ക്രയർ ആണ് പ്രീച്ചർ. ബട്ട് ലിസൺ, ആ വാക്ക് പറയുന്നത് വചനം പ്രസംഗിക്കുക. പ്രസംഗിക്ക് മനസ്സിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളൊന്നും പറയാനല്ല അവകാശം. ബൈബിൾ എന്താണ് പറയുന്നത് അതാണ് പറയേണ്ടത്. വചനമാണ് പ്രസംഗിക്കേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം. അല്ല പാസ്റ്ററെ, എല്ലാവരും വചനമല്ലേ പ്രസംഗിക്കുന്നത്? അല്ല. ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്കോ വാക്യമോ ബൈബിൾ തുറന്നു ഒരു വാക്കോ വാക്യമോ എടുത്ത് എൻ്റെ മനസ്സിൽ വരുന്നതെല്ലാം കൂടെ നിങ്ങളെ ധരിപ്പിക്കുന്നത്
പ്രസംഗമല്ല, തട്ടിപ്പാണ്. ദാറ്റ്സ് നോട്ട് പ്രീച്ചിങ്. ആത്മാവ് ആരാണ്ടോട് പറയുന്നു. എന്തുവാണ് ഈ ആരാണ്ട്? വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചിട്ട് ഐ എം എക്സ്പ്ലെയിനിങ് ദ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റിൻ്റെ വെളിച്ചത്തിൽ ഓരോ വാക്യവും എടുത്ത് ആത്മനിറവിൽ അതിൻ്റെ മീനിങ് പുറത്തു കൊണ്ടുവരുന്നതാണ് ട്രൂ ബിബ്ലിക്കൽ പ്രീച്ചിങ്. പക്ഷെ അതിപ്പോൾ തിരിച്ച്, കാരണം തട്ടുകട കഴിച്ച് ഒടുവിൽ തട്ടുകടയിൽ കഴിച്ചാലേ ഇറങ്ങത്തുള്ളൂ. തട്ടുകടയിൽ അത് മാത്രമാ ശരണമെങ്കിൽ തട്ടിപ്പോകും. സ്തോത്രം. വചനവിരുദ്ധമായ കാര്യങ്ങൾ, വാക്യങ്ങൾ എടുത്ത് ദൈവാത്മാവ് പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പ്രസംഗമായി പഠിപ്പിക്കലായി പറയുക. എന്നിട്ട് അതിന് കൈയടിക്കാൻ കുറേ ആളുകളുമുണ്ട്. കഷ്ടം എന്നല്ലാതെ നാം എന്തു പറയണ്ടു? നോ. അന്ത്യകാലഘട്ടത്തിലെ ശുശ്രൂഷയിൽ യു പ്രീച്ച് ദ വേർഡ്. രണ്ടാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം നോക്കി. സമയത്തിലും അസമയത്തിലും. എന്താണ് അതിൻ്റെ അർത്ഥം? കറക്റ്റത. ഏത് സമയം? ആളുകൾ കൈയടിക്കുമ്പോഴും പ്രീച്ച്, ആളുകൾ എറിയാൻ തുടങ്ങുമ്പോഴും പ്രീച്ച്, ആളുകൾ സ്വാഗതം ചെയ്യുമ്പോൾ പ്രസംഗിക്കുക. ഇനി ആളുകൾ ഒന്നും ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ യു സ്റ്റിൽ പ്രീച്ച്. സ്തോത്രം. ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന പ്രസംഗിക്ക് സമയം വിഷയമല്ല. ഇതിൻ്റെ ലളിത അർത്ഥം 24/7 യു ബി റെഡി, യു ബി ഓൺ ദി അലേർട്ട്. ചിലപ്പോൾ നിന്നെ ആളുകൾ കൈക്കൊണ്ടെന്നിരിക്കും പ്രസംഗിക്കണം. ചിലപ്പോൾ നിന്നെ സ്വാഗതമല്ല, നിന്നെ കൈക്കൊള്ളത്തില്ല. സേഫാനോസിനെ എറിഞ്ഞ് താഴെ ഇട്ടതുപോലെ നിന്നെ എറിഞ്ഞെന്ന് വരും. ഒറ്റ പ്രസംഗമാണ് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി നടത്തിയത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ പ്രസംഗത്തിൻ്റെ അവസാനം കല്ലെറിഞ്ഞ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ബട്ട് ഹി പ്രീച്ച്ഡ് ദ വേർഡ്. ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലനോട് ചോദിക്കേ, അപ്പോസ്തല, അങ്ങ് ഇത്രയും ശക്തമായി കൽപ്പന പറയുന്നല്ലോ, എന്നാ കിട്ടി പ്രസംഗിച്ചിട്ട്? ജയിൽ വാസമെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഒരു വലിയ ഗർത്തമാണ്. ഗർത്തത്തിനകത്ത് ഈ ശക്തനായ അപ്പോസ്തലനെ ഇട്ടിരിക്കുക. ആഹാരം കഴിക്കണമെങ്കിൽ അത് കെട്ടി ഇറക്കി കൊടുക്കണം. ഒരായുസ് മുഴുവനും വിശ്വസ്തനായി നിന്ന് കിട്ടിയത് മഞ്ഞു പെയ്യുന്ന രാജ്യത്തിലേക്ക് പറക്കുകയല്ല. ഹി എൻഡഡ് ഹിസ് ലൈഫ് ഫോർ ദ ഗോസ്പൽ. മഞ്ഞു പെയ്യുന്ന രാജ്യം. പ്രത്യേകിച്ച് ചോദിക്കണം, അന്റാർട്ടിക്കയിൽ വല്ലതും ആണോ? ഇതൊക്കെയാണോ ആളുകൾക്കിഷ്ടം? അതെന്താ കാര്യം? വി ആർ കംപ്ലീറ്റ്ലി റൂൾഡ് ബൈ സ്വസ്നേഹം. നമുക്ക് നമ്മളൊരു വലിയ സംഭവമാണ്. ഇങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആരെയെങ്കിലും ഏതെങ്കിലും വിദേശത്ത് അയക്കുന്നെങ്കിൽ ഫൈൻ, ദൈവം എന്നെ അയച്ചു. അല്ലാതെ അവിടെ പോകുന്നത് ഏതോ ജയത്തിൻ്റെ അടയാളമായിട്ടൊന്നും ചിന്തിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ഇവിടെ നിർത്തിയെങ്കിൽ സ്തോത്രം. ദൈവം നമ്മളെ വേറെടുത്ത് അയച്ചെങ്കിൽ സ്തോത്രം. എല്ലാറ്റിൻ്റെ ഉദ്ദേശം ഗോഡ് വാണ്ട്സ് ടു ടേക്ക് ഗ്ലോറി. അല്ലാതെ നമ്മൾ ജീവിക്കുന്നത് അങ്ങോട്ടൊന്ന് പോയി അക്കരെ പോയി അവിടെ ഏതാണ്ട് സംഭവം. നോ. ഇഫ് ഇറ്റ് ഇസ് ദ വിൽ ഓഫ് ഗോഡ്, ഐ ഗോ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ്, ഐ ഡോണ്ട് ഗോ. പോകാതിരിക്കുമ്പോഴും അകത്തെ ആ ആത്മിക സന്തോഷം മാറുന്നില്ല. കൂട്ടുകാരെല്ലാം പോയി, നമ്മൾ പോകുന്നില്ല. ദൈവഹിതം അതാണെങ്കിൽ അതിനകത്താണ് നമ്മുടെ സന്തോഷം. Doing the will of our Father in heaven. Timothy, you preach the word in season and out of season. സകല ദീർഘക്ഷമയോടും
ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്? ദൈവസഭ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രസംഗികൾ എന്നെ കേൾക്കുന്നുള്ളവർ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭാഗം ഒന്ന് വായിച്ച്, ആ 3-ാം ഭാഗം, സകല ദീർഘക്ഷമയോടും കൂടെ സകല ദീർഘക്ഷമയോടും കൂടെ ഉപദേശത്തോടും കൂടെ ശാസിക്ക. അവിടെ നിർത്തണം. സകല ദീർഘക്ഷമയോടുകൂടി. പ്രസംഗിക്ക് ദീർഘക്ഷമ എന്താണ്? പ്രസംഗി പറയുന്ന പ്രസംഗത്തോട് ശക്തമായി എതിർപ്പ് വരും. എതിർപ്പ് വന്നാലും അദ്ദേഹം ദീർഘക്ഷമയോടെ നിൽക്കുക. ചിലപ്പോൾ പെട്ടെന്ന് റിസൾട്ട് വരത്തില്ല, എന്നാലും ദീർഘക്ഷമയാണ്. ചിലരെ പ്രസംഗിയെ എതിർക്കും, ഇരിയട എന്നാലും പ്രസംഗിക്കുക. ശക്തമായി വിമർശിക്കും. ശരിക്ക് പ്രസംഗിച്ചാൽ വിമർശനം ഉണ്ടാകും, താക്കീതുകൾ ഉണ്ടാകും. നമ്മുടെ ഒരു ഭാഷ പറയാം, ഒതുക്കാൻ ശ്രമിക്കും. ബട്ട് യു സ്റ്റിൽ പ്രീച്ച്. ദീർഘക്ഷമയോടെ നമ്മുടെ മേൽ വളരെ ശക്തമായ പ്രഷർ ഇടും. അൺബെയറബിൾ പോലെ തോന്നും. അവിടെയും ബക്കിൾ ഡൗൺ ചെയ്യാതെ യു സ്റ്റിൽ പ്രീച്ച്. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം. ഉപദേശത്തോടും കൂടെ എന്ന് പറഞ്ഞാൽ ഉപദേശത്തിനെതിരെയല്ലേ ഇപ്പം ശക്തമായ എതിർപ്പ്. ഒതുങ്ങരുത്. ഗിവ് ദം മോർ. വേദശാസ്ത്രപരമായി തന്നെ ഉപദേശങ്ങൾ കൊടുക്കണം. ഒരയവുമില്ല. അത് ദീർഘക്ഷമയോടെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ശമ്പളം കട്ട് ചെയ്യും. വലിയൊരിതാ. നമ്മൾ അച്ചാനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ കഞ്ഞികൂടി മുട്ടും. രാജാവാണോ നിയോഗിച്ചത്? രാജാവ് നോക്കിക്കൊള്ളും. യു ഡോണ്ട് നീഡ് ടു ഫിയർ എനി വൺ ഓൺ എർത്ത്. ഫിസിക്കൽ ഡോക്ടറായിരുന്നു, ഒരു ഫിസിഷ്യനായിരുന്നു. ആ പ്രാക്ടീസുകൾ വിട്ടിട്ടാണ് അദ്ദേഹം സഭാ ചാർജ് എടുക്കുന്നത്. ഭയങ്കര കട്ടിപ്രസംഗം. ഈ കട്ടിപ്രസംഗക്കാരൊക്കെ എന്ത് ചെയ്യും? ബ്രദറെ, അങ്ങനെ പറഞ്ഞാൽ ആളുകൾ നിൽക്കത്തില്ല. അപ്പം നമുക്കെല്ലാവരും ഉൾക്കൊള്ളണം. മാർട്ടിൻ ലോയ്ഡ് ജോൺസൺ എടുക്കൽ ആളുകളെ എന്ന് പറഞ്ഞു, ഇങ്ങനെ പോയാൽ എങ്ങനാ? ശൈലിയൊക്കെ ഒന്ന് മാറ്റണം. ഡോക്ടറായിരുന്ന അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഞാൻ ഫിസിഷ്യനായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ മുൻപിൽ വരുന്ന രോഗിയെ കൊണ്ടൊരിക്കലും ഞാൻ മരുന്നിൻ്റെ കുറിപ്പെഴുതിയിട്ടില്ല. ഡയഗ്നോസിസ് നടത്തി ഞാനാണ് എഴുതുന്നത്. ഐ വിൽ പ്രീച്ച്. എന്തിയെ കേരളത്തിലെ പ്രീച്ചേഴ്സ് മുഖം നോക്കാതെ ദൈവത്തിൻ്റെ ആലോചന വിളംബരം ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ രംഗത്ത് വരട്ടെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കട്ടെ. ഈ ചർച്ചിൽ നിന്ന് അങ്ങനെയുള്ള യുവതി യുവാക്കന്മാർ എഴുന്നേൽക്കട്ടെ. ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പെന്തക്കോസ്തുകാർ ഇത് മനസ്സിലാക്കണം. പിതാക്കന്മാരാരെയും ഭയന്നില്ല. അന്നറിയപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവരിറങ്ങിത്തിരിച്ചത് നിന്ദകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും സഹിച്ച് കിട്ടിയ വെളിപ്പാടിന് സാക്ഷ്യം വഹിച്ച ആളുകളുടെ പിൻതലമുറകളാണ്. എവിടെയാണ് ഈ കുത്തൊഴുക്കിൽ നമ്മൾക്ക് ഈ അയവ് പറ്റിയത്? അന്ത്യകാലം ദുർഘട സമയമാണെന്ന് അറിഞ്ഞുകൊള്ളണം. സ്വസ്നേഹം അകത്ത് കയറി, ദ്രവ്യാഗ്രഹം അകത്ത് കയറി. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ദൈവവചനത്തിൻ്റെ പത്യവചനം വിളമ്പുന്ന പ്രഘോഷിക്കുന്നത് കയ്യിൽ നിന്ന് പോയി. ഒരു ഭക്തൻ പറഞ്ഞതാ, പ്രീച്ചിങ് ഈസ് തിയോളജി ഓൺ ഫയർ. ബ്രദറെ, തിയോളജി അല്ല വേണ്ടത്, നമുക്ക് തീയാ വേണ്ടത്. ചുമ്മാ ഇരി ബ്രദറെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
ചിലർ ഭയങ്കര ഫാഷനായിട്ട് ഇന്ന് ഞാൻ തിയോളജി അല്ല പ്രസംഗിക്കുന്നത്, ഞാൻ ആ സെക്കൻഡിൽ ഇറങ്ങിപ്പോവും. തിയോളജി അല്ലെങ്കിൽ പിന്നെന്തിനാ? ബൈബിളല്ല പ്രസംഗിക്കുന്നെങ്കിൽ പിന്നെന്തിനാ അവിടെ ഇരിക്കുന്നത്? അതൊരു വലിയതൊരു ഡയലോഗാണ്. തിയോളജി അല്ല ഞാൻ പ്രസംഗിക്കാം, പിന്നെ എന്ത് സാറേ നിങ്ങൾ പ്രസംഗിക്കുന്നത്? മനോരമയിൽ വന്ന വാർത്ത പ്രസംഗിക്കൂ. പക്ഷേ അതിനും ആ തിയോളജി അല്ല പ്രസംഗിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും എന്ത് ചെയ്തു? ആരാധിച്ച് വിടുതൽ ഏറ്റെടുത്തു. അതെന്ത് വിടുതലാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലാപ്പിംഗ് ഫോർ എനിത്തിങ്, എനി വൺ. ചിലർക്ക് പിന്നെ എൻ്റെ സൗകര്യസൗകര്യന്മാരെ ഞാനിത് പറഞ്ഞു കണ്ട് കൈയടിക്കും. ചിലർക്ക് കൈയടിച്ചില്ലെങ്കിൽ ദൂത് വെളിപ്പെടത്തില്ല. അങ്ങനൊരു സംഭവമുണ്ട്. ഇപ്പോൾ നിങ്ങളാരും കൈയടിച്ചില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. ഇൻഫാക്റ്റ് കൈയടിക്കാതെ ശ്രദ്ധിച്ച് കേൾക്കുക വേണ്ടത്. കൈയടിച്ചില്ലെങ്കിൽ ദൂത്, കാരണം ദൂതിനെ വരുന്ന വഴിക്ക് പാഴ്സി പ്രഭു കെട്ടിവെച്ചിരിക്കുക. അപ്പം നിങ്ങളുടെ കൈയടിയിലാണ് അവൻ അഴിഞ്ഞ് കിട്ടി. ഇത് കേട്ടാൽ കൈയടിക്കുമെന്നുള്ളതാണ്. അയ്യോ, അവർക്കിപ്പോൾ എന്തറിയാം? കണ്ടോ, ചിലരുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ അയ്യോ സത്യമാണോ പാസ്റ്റർ? കൊള്ളാം. എന്നോട് ഒരിക്കലും ഒരു പ്രസംഗി പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, നിങ്ങളെ സഹായിക്കുമെങ്കിൽ സഹായിക്കട്ടെ. എന്നോട് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നങ്ങോട്ട് ഇട്ടുകൊടുത്തെന്ന്. അവരെല്ലാം കൂടെ കൈയടിച്ച്, ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് സന്തോഷമാണ്. അവരൊന്ന് ഒതുങ്ങാൻ നേരം ഞാൻ അടുത്തത് അങ്ങോട്ട് ഇട്ടുകൊടുത്തെന്ന്. നമ്മളറിഞ്ഞില്ലല്ലേ? കാരണം അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഇളകുകയാണെങ്കിൽ അടുത്ത ഒരു പ്രോഗ്രാം ഓത്തു. That is not preaching. Exposition of the word of God. What does this word or words mean? ഇതിൻ്റെ അർത്ഥം എന്താ? പ്രസംഗിയുടെ ജോലി ഈ വാക്യവും മുന്നേ വെച്ചിട്ട് ഇതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് പ്രസംഗിയുടെ ജോലി. എന്നിട്ട് ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? ശാസിക്കുക. പ്രസംഗത്തിൽ ശാസന വേണം എന്ന് പറഞ്ഞാൽ കേൾവിക്കാരൻ്റെ പാപത്തെ തുറക്കണം, എക്സ്പോസ് ചെയ്യണം. പത്രോസ് ചെയ്തത് അതല്ലേ? നമ്മൾ രാവിലെ ചിന്തിച്ചല്ലോ. ഹൃദയത്തിൽ കുത്തുകൊണ്ടുവന്നപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ലാതെ ഈഗോ മസാജ് ചെയ്യുന്നതല്ല പ്രസംഗം, ഒന്ന് തലോടി വിടുന്നതല്ല പ്രസംഗം. ഒരു സന്തോഷമൊക്കെ തോന്നിയില്ലേ ബ്രദറെ? അവൻ്റെ ഉള്ളത്തിൽ കുത്തലുണ്ടാകണം. പാപി ദൈവസഭയിൽ വന്നാൽ ഹി മസ്റ്റ് ബി എക്സ്പോസ്. ദൈവം ഇവരുടെ നടുവിലുണ്ട്. അവന്റെ രഹസ്യ പാപങ്ങൾ ദൈവവചനത്തിന്റെ വെളിപ്പാടിനാൽ ഇറ്റ്സ് എക്സ്പോസ്ഡ്. ശാസന, അതാണ് സോളിഡ് ബൈബിൾ പ്രീച്ചിങ്. അതാണ് നമ്മുടെ ചർച്ചകളിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ അങ്ങനെ ഒരു ശാസന വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനാന്നേൽ ഇവിടോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അടുത്തുള്ളവൻ കട തുറന്നിരിക്കുക. എപ്പോഴും പുള്ളി അങ്ങ് വിളിയുമാണ്. എന്നാൽ പിന്നെ അങ്ങോട്ടങ്ങ് പോയേക്കാം. ബൈബിൾ പഠിക്കുക, ശാസന, അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ മുന്നോട്ട് പോവുക. തർജ്ജനം ചെയ്യുക. ശാസനയിൽ കേൾവിക്കാരൻ്റെ പാപത്തെ തുറക്കുന്നു, അല്ലെ അവനെ എക്സ്പോസ് ചെയ്യുന്നു. തർജ്ജനത്തിൽ വരേണ്ടത് ഈ പ്രസംഗി ഈ പാപിയായ ആളിനോട് പറയുകയാണ്, ഈ പാപ വഴി വിടണം. ഈ പാപത്തിൽ നീ തുടർന്നാൽ അതിനകത്തുള്ള കോൺസിക്വൻസസ് ഭയാനകമാണ്. ഇതാൽ എനിക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എക്സ്പോസ് മോർ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. തർജ്ജനം ചെയ്യുക, കറക്റ്റ് ചെയ്യുക സിന്നറിനെ, അവനെ വാൺ ചെയ്യുക. അവൻ ഒരു ദിവസം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കും. He cannot escape. Turn from your sinful way. അതാണ് ബിബ്ലിക്കൽ പ്രീച്ചിങ്.
അതാണ് മൂല്യച്യുതി സംഭവിച്ച് ഉള്ളിൽ പാപവും പുറത്ത് ആത്മീക കുപ്പായവും ഇട്ട് നടക്കുന്ന തലമുറയിൽ തിമോത്തി, യു പ്രീച്ച്, എക്സ്പോസ് സിൻ, rebuke sin. Praise the Lord. അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത് പ്രബോധിപ്പിക്കുക. പ്രബോധിപ്പിക്കുക എന്നവിടെ അർത്ഥമാക്കുന്നത് പാപിയുടെ പാപത്തെ എക്സ്പോസ് ചെയ്തു, അവനെ കൺഫ്രണ്ട് ചെയ്തു, അവൻ ഇന്നതിന്നത് ഈ പാപത്തിൽ തുടർന്നാൽ സംഭവിക്കുന്നവർ പറഞ്ഞു. അതിനുശേഷം പ്രബോധിപ്പിക്കുക. ഇറ്റ്സ് എ കോൾ ടു റിപ്പൻറ്റ്. നീ തിരിഞ്ഞു മാനസാന്തരപ്പെട്ടാൽ ദൈവം നിന്നോട് കരുണ കാണിക്കും. ഇതെല്ലാം പ്രസംഗത്തിൽ വേണം. തിമോത്തി, നീ പ്രസംഗിക്കണം. സമയത്തിലും അസമയത്തിലും തയ്യാറായി നിൽക്കണം. പ്രസംഗം എങ്ങനെയാണ് വരേണ്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ പുൾപിറ്റുകൾ ആർക്കാണ് ഷെയർ ചെയ്യുന്നത്? Is it to people who expose the word of God and warn you, or is it to people who entertain you? ഇതിന് മൊത്തം നമ്മൾ കണക്ക് കൊടുക്കും. It is a serious thing. പ്രബോധിപ്പിക്കുക. എന്നിട്ട് 3-4 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ 5 മിനിറ്റ് കൊണ്ട് I will wind up, God willing. അവർ പത്യോപദേശം പൊറുക്കാതെ. ഈ അവർ ആരാണ്? പീപ്പിൾ ഇൻ ദ ചർച്ച്. അന്ത്യകാലഘട്ടത്തിൻ്റെ രോഗം മനസ്സിലാക്കിക്കോണം. 3-1 അന്ത്യകാലത്ത് ദുർഘട സമയം, അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം സംഭവിക്കും. 4-3-4 വാക്യത്തിൽ ആ രോഗം കണ്ടോ? അവർ പത്യോപദേശം പൊറുക്കാതെ എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യന് ആരോഗ്യം വരുന്നതാണ് പത്യോപദേശം. അത് പൊറുക്കാതെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് വേണ്ട. പിന്നെന്ത് വേണം ബ്രദർ, സിസ്റ്റർ? എന്ത് വേണം? എഴുതിയിരിക്കുക. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുകയും അവർക്കിഷ്ടമുള്ളത് കേൾക്കണം. അവരുടെ ഉള്ളിലെ ജഡികമായ ആഗ്രഹങ്ങളുടെ പ്രസൻറ്റേഷൻ കേൾക്കുന്ന കാലം. അങ്ങനെയുള്ളവരെ വിളിക്കുക. നമുക്ക് ആ പുള്ളിയെ കൊടുന്ന് വിളിച്ചാലോ? ഒരിക്കലും എന്നോട് പറഞ്ഞു ഒരാൾ, നമുക്ക് ഇന്ന ആളിനെ ഒന്ന് വിളിച്ചാൽ. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത എന്താ? എൻ്റെ പാസ്റ്ററെ 2 മണിക്കൂർ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പുന്നു. അപ്പോൾ അതാ വേണ്ടത്, അതാണ് വേണ്ടത്. യു വാണ്ട് എ ബഫൂൺ. എവിടെയാണ് ആത്മീക ഗോളം പോയത്? ഇത് പച്ചയ്ക്ക് തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഈ വാണിംഗ് വിഷയമല്ലേ? ഇതുകൊണ്ടാണ് ആത്മീക ഗോളം സാക്ഷ്യമില്ലാതെ അതപ്പതിച്ചത്. ഏത് പുള്ളിക്കും ബൈബിളുമായിട്ട് കയറി ഇന്ന് പ്രസംഗിയാകാം. എന്നിട്ട് ഈ കാന്താരിയെ കടിച്ച പോലെ, എന്താണിത്? കാന്താരിയെ കടിച്ചോ? നമ്മൾ ഓർക്കുന്ന ഏതാണ്ട് വലിയ കൃപ വ്യാപരിച്ചത്. കുറെ ശാരീരികമായ വെട്ടലും ഞെട്ടലുമല്ല പ്രസംഗം. യു സ്റ്റഡി ദ സ്ക്രിപ്ചേഴ്സ്. ജനത്തെ ആത്മീകതയിലേക്ക്, നിത്യതയുടെ കാഴ്ചപ്പാടിലേക്ക്, ക്രിസ്തു കേന്ദ്രിതമായ ജീവിതത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്. കാരണം കാലഘട്ടം അനുകൂലമല്ല. അവർക്കിത് വേണ്ട. വേണ്ടാത്ത കാലഘട്ടത്തിൽ യു പ്രീച്ച്. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെ എന്നൊരു വാക്ക്, തിരികെയും ചെയ്യുന്ന കാലം. എല്ലാതിൻ്റെ സോക്കറ്റിൽ നിന്ന് ഇളകി മാറുന്ന പോലെ തിരിക എന്ന് പറഞ്ഞാൽ, സത്യം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ശക്തമായിട്ട് എൻ്റെ കഴുത്ത് വെട്ടിക്കുക, കഴുത്ത് ഇളകിപ്പോകുന്ന പോലെ വെട്ടിക്കുക. ഒരു കാരണവശാലും എനിക്ക് വേണ്ട. ദിസ് ഇസ് ദി എൻഡ് ടൈം. വിശദീകരിക്കുന്നില്ല.
അതിൻ്റെ 5-ാം വാക്യം വായിച്ചിട്ട് ഐ വിൽ സ്റ്റോപ്പ്. വാസ്തവത്തിൽ ഒരു കൊട്ടേഷൻ ഒരു സ്കോളർ പറഞ്ഞതാണ്, ഹി ഹു ഡിസ്പൈസസ് സൗണ്ട് ടീച്ചിങ് ലീവ്സ് സൗണ്ട് ടീച്ചേഴ്സ്. പത്യോപദേശം പൊറുക്കാതെ, പത്യോപദേശം ഇഷ്ടപ്പെടാത്ത ആളുകൾ പത്യോപദേശം പറയുന്നവരെ വിടും, അങ്ങനെയുള്ള സഭ വിടും. എന്നിട്ട് എഴുതിയിരിക്കുക, ദേ സീക്ക് ഇൻസ്ട്രക്ടേഴ്സ് ലൈക്ക് ദംസെൽവ്സ്. അവരെപ്പോലെ തന്നെയുള്ള ആളുകളെ അവർ അന്വേഷിക്കുന്നു. ഇതിന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ സിസ്റ്റർ, 5-ാം വാക്യം വായിച്ചാട്ടെ. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? സ്റ്റേ ലെവൽ ഹെഡഡ്. ഈ വല്ലാത്ത കാലഘട്ടത്തിൻ്റെ സ്പിരിറ്റ് നിന്നെ മത്തുപിടിപ്പിക്കാതെ നീ ലെവൽ ഹെഡഡായിട്ട് നിൽക്കണമെന്ന് യൗവനക്കാരനായ പ്രഭാഷകനോട് മരിക്കാൻ പോകുന്ന അപ്പോസ്തലൻ പറയുക, യു സ്റ്റാൻഡ് ഫേം. സകലത്തിലും നിർമ്മതനായിരിക്കുക. കഷ്ടം സഹിക്കുക. ശരിക്ക് വചനം പ്രസംഗിച്ചാൽ കഷ്ടം തേടി എങ്ങും പോണ്ട, വന്നോളും. കാരണം ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച ഒന്ന് ആശ്വസിക്കാനാണ് വരുന്നത്, അപ്പോഴാണ് ഇവിടുന്ന് കണ്ടോ. ചിലരിത് പറയത്തില്ലെങ്കിലും ഉള്ളിലിതാ, എടാ ഞാനൊരല്പം ആശ്വാസത്തിന് വന്നു, ഒരു പാട്ടുമൊക്കെ ഒന്ന് പാടി ഒന്ന് സന്തോഷിച്ചൊന്ന് പോകാൻ. അപ്പോഴിവിടെ പാപം ചെയ്യുന്നവൻ, ഒന്നോ കഷ്ടം സഹിക്കുക. ഒരു ട്രൂ പ്രീച്ചർ ഹാസ് ടു ഫേസ് ഇറ്റ്. സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. ഒറ്റ അർത്ഥം പറയാം, പുറത്തും ഗോസ്പൽ പ്രസൻറ്റേഷൻ, അകത്തും വേണം സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക. ചർച്ച് ഹാസ് ബിക്കം എ വെരി ഗുഡ് മിഷൻ ഫീൽഡ്. കാരണം രാവിലെ ഞാൻ പറയാം, രക്ഷിക്കപ്പെടാത്തവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. നിൻ്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. ആ വാക്ക് നിവർത്തിക്കുക. യു ഫുൾഫിൽ യുവർ അസൈൻമെൻറ്റ്, യുവർ മിനിസ്ട്രി. എല്ലാവരുടെയും ഉള്ളത്തിലിരിക്കേണ്ട ഇതാ. പൗലോസിനെ പോലെ ഒരു ദിവസം തിമോത്തിയും ലോകം വിട്ടുപോകും. നമ്മുടേതായിട്ടുള്ള സമയങ്ങൾ നമ്മളെല്ലാം പോകും. നമുക്ക് ദൈവം തന്ന ശുശ്രൂഷ നിവർത്തിച്ചിട്ട് പോകണം. സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളുടെ സഭയെ അനുഗ്രഹിക്കട്ടെ. വചനത്താൽ നിറയാം, വചനം പ്രസംഗിക്കാം. ഹോളി സ്പിരിറ്റിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുന്നത് കോംപ്രമൈസ് ചെയ്യാനല്ല, സത്യത്തിനു വേണ്ടി പ്രാഗൽഭ്യത്തോടെ നിൽക്കാനാണ്. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോട് ശക്തമായി സംസാരിച്ചതുകൊണ്ട് കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ ഉച്ചത്തിൽ നമുക്ക് ദൈവത്തിന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രൈസ് ദി ലോർഡ് ബലിയേറിയ അഭിഷിക്തനിലൂടെ പ്രൈസ് ദി ലോർഡ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എത്ര പേര് അതിൻ്റെ ആഴത്തിലേക്ക് ഹല്ലേലൂയ അത് കൈക്കൊണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശ്വാസിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തർജ്ജനം ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ നാം ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലണമെന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെടുകയായിരുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഒരുപോലെ ഹല്ലേലൂയ ന്യായം വിധിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നും ആ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷത ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ വേഗത്തിൽ നടക്കുവാൻ പോകുന്നുവെന്നുമുള്ള ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ, ഹല്ലേലൂയ ഈ നാലാമത്തെ ഹല്ലേലൂയ ഈ അധ്യായത്തിലൂടെ അതിൻ്റെ 1-ാം വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ് ആയിരുന്നുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ
ജീവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വരവെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെയും അല്ലേലൂയ പണ്ട് മരിച്ചുപോയവരെയും അല്ലേലൂയ മൺമറഞ്ഞവരെയും എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നാം വചനത്തിൽ നിലനിൽക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ നമ്മോട് ശക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. ദൈവവചനത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ വചനം ഹല്ലേലൂയ പ്രസംഗിക്കണമെന്നും ഹല്ലേലൂയ യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണമെന്നും സമയത്തിലും അസമയത്തിലും നാം ഒരുങ്ങി നിൽക്കണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് ഇടപെട്ടല്ലോ. പ്രിയരെ, നമ്മുടെ കർത്താവ് ഇതാ വേഗം വരാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ യുദ്ധങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ക്ഷാമങ്ങളെക്കുറിച്ചും ഭൂകമ്പങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയും കേൾക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് വരാൻ പോകുന്നു. അവൻ വാതിക്കൽ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ വചനം പ്രസംഗിക്കുവാനും ഹല്ലേലൂയ ആമേൻ കർത്താവ് വഹിക്കുന്നിടങ്ങളിൽ പോയി ദൈവവചനം പ്രസംഗിക്കുവാൻ, മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ അല്ലെങ്കിൽ നാം ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. അത് ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ വേണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ശാസിക്കുകയും തർജ്ജനം ചെയ്യണമെന്ന് ഹല്ലേലൂയ ദൈവദാസന്മാർക്ക് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ പദ്യോപദേശം നൽകുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ശാസിക്കുമ്പോൾ, അവർ തർജ്ജനം ചെയ്യുമ്പോൾ അത് നമ്മുടെ നാശത്തിനായല്ല, നമ്മുടെ നന്മയ്ക്കായി, നമ്മുടെ നിത്യജീവനായി, നിത്യജീവന് വേണ്ടി നമ്മെ ഒരുക്കുന്നവരാക്കി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തീർക്കുകയാണ്. ആകയാൽ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നിന്നുള്ള ശാസനകളും ഹല്ലേലൂയ തർജ്ജനങ്ങളും ലഭിക്കുമ്പോൾ ഹല്ലേലൂയ മടുത്തു പോകാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഭിഷേകത്തിൻ്റെ ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചു. പിന്നെയും ദൈവദാസനെ ശക്തമായി ഹല്ലേലൂയ അനേകർക്ക് അനുഗ്രഹമായി ഈ തലമുറയിൽ ദൈവം നിർത്തട്ടെ. ഹല്ലേലൂയ. ഇതുപോലെ ദൈവശക്ത ഹല്ലേലൂയ ദൈവവചനം ഹല്ലേലൂയ മായമില്ലാതെ അത് ശക്തിയോടെ പ്രസംഗിക്കുവാൻ ഹല്ലേലൂയ ഈ തലമുറയിൽ അനേക ഭക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രൈസറോട് കടന്നു വന്ന് അല്ലെങ്കിൽ പ്രൈസറോട് വന്ന ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനും ഹല്ലേലൂയ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹമാകേണ്ടതിനും നമുക്ക് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. പ്രൈസറോട് ഇപ്പോൾ ക്രിസ്വാസങ്ങൾ പ്രൈസറോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിറവിൽ കർത്താവേ, അങ്ങേ ആരാധിപ്പാനും അങ്ങനെ കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്തു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പന്താവിൽ കർത്താവെ ഞങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുണ്ട് വീട്ട് കർത്താവ് നിത്യജീവൻ കരസ്ഥമാക്കുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ശേഷദാസനെ കർത്താവെ ആധികാരികമായി സംസാരിപ്പാൻ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ സ്വർഗം സഹായിച്ചല്ലോ. കേട്ടതായ വചനങ്ങൾ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ സ്വർഗം സഹായിക്കണമേ കർത്താവെ. അന്ത്യകാലഘട്ടത്തിൽ കർത്താവെ സംഭവിക്കാൻ പോകുന്നതായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിപ്പാൻ സ്വർഗം സഹായിച്ചല്ലോ കർത്താവെ. കടന്നു വന്ന ജനത്തെ എനിക്ക് കർത്താവെ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രദോഷം വരെ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. വാഹനയാത്രകളെല്ലാം സൂക്ഷിച്ചല്ലോ കർത്താവെ. ഭാവിയുമായും പൂർണ്ണമായും ഉപസിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ വരുന്നു കർത്താവെ. കർത്താവെ, അങ്ങയുടെ പാദപ്പെടുത്തുന്ന പഠിപ്പാൻ കർത്താവെ പ്രഗമീകരണം പ്രാപിപ്പാൻ എല്ലാം സ്വർഗം സഹായിക്കണമേ കർത്താവെ. കടന്നു വന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ കർത്താവ്. മടക്കയാത്രയിലും കൂടെ ഇരിക്കണമേ കർത്താവെ. സഭയെ അങ്ങയുടെ പാദപ്പെടുത്തേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രസ്ഥാനത്തെ ഏൽപ്പിക്കുന്നു കർത്താവെ. 4 അഭിഷിക്തന്മാരെയും കുടുംബമായി മാനിക്കണമേ കർത്താവെ. ബഹുമാനപ്പെട്ട എം.എ. പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു, കൃപയെ പുതിയണമേ കർത്താവെ. തോമസ് കുട്ടി പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്ന കൃപയിലെ എല്ലാ കാര്യങ്ങളിലും കൃപയും സഹവും ഉണ്ടായിരിക്കേണ്ടതിനായി പ്രാർത്ഥി കുടുംബമായി മാനിക്കണമേ. ഇവാഞ്ചലിസ്റ്റുമാർ രാജു സാറിനായി ജിനുവിനായി പ്രാർത്ഥിക്കുന്നു, കൃപയിൽ പുതിയണമേ കർത്താവെ. ഉപദേശത്തിൽ നിലനിൽപ്പാൻ സ്വർഗം സഹായിക്കണമേ കർത്താവെ. സമയത്തും അസമയത്തും വചനം സംസാരിപ്പാൻ കർത്താവ് ഒരുങ്ങിയിരിക്കേണ്ടതിനായി ഞങ്ങൾ ഉത്ബോധിപ്പിച്ചുള്ള കർത്താവെ. അവിടെ നിന്ന് കൃപയിൽ ഞങ്ങളെല്ലാവരെയും പുതിയണം. രാത്രികാലം തന്ന നല്ല സന്ദർഭങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്ന കർത്താവ്. വല്ലപ്പോഴും വഴി പോകാതിരിപ്പാൻ കർത്താവെ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. വലവനായി പ്രവൃത്തി ശക്തിമാനായി ഞങ്ങളെ വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കും. മടക്ക യാത്രകളിലും കൂടെ ഇരുന്ന് വഴി നടത്തണം. നാളത്തെ ആരാധനയും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. കൃപയിൽ എല്ലാവരെയും പുതിയ കുറവുള്ള കുറ്റങ്ങളെ പോഷത്വങ്ങൾ ക്ഷമിക്കണം. വരവിനായി ഞങ്ങളെ ഒരുക്കും. സകലവും യേശുനാമം ചോദിക്കുന്നു, നല്ല പിതാവേ. കർത്താവ് പ്രാർത്ഥനയോട്ടങ്ങൾ നമുക്ക് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ മുന്നോട്ട് കടന്നു വന്ന പ്രൈസ് ദി ലോർഡ് ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഓർത്ത് പ്രാർത്ഥിച്ച
സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് അവിടുത്തെ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച കർത്താവ് അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ 11 മണിക്ക് തന്നെ കൃത്യം ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതാണ്. അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ, അതേ തൃശ്ശൂരിലുള്ള പോലീസ് മത്തായി പാസ്റ്റർ നമ്മുടെ മധ്യത്തിൽ കടന്നു വരും. പ്രാർത്ഥനാപൂർവം സംബന്ധിക്കുക.